എന്ന് വളർത്തുപുത്രിയും വളർത്തുപുത്രിയായിട്ടാണ് ഇതിനകത്ത്. പൂജ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് പൂജ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. എല്ലാവരോടൊപ്പം വന്ന് ഈ ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. യെസ്, താങ്ക് യു ചേച്ചി. പൂജ, ഒരുപാട് സന്തോഷം ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഈ മിമിക്സ് പരേഡും അതിൻ്റെയൊക്കെ കാസറ്റൊക്കെ മേടിച്ചിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ വീട്ടിലെ ആൾക്കാരൊക്കെ കൂടിയിരുന്ന് ചിരിക്കാനും, അപ്പോൾ അങ്ങനെയാണ് നാദൃശക്കനും അശോകൻ ചേട്ടൻ അവരുടെയൊക്കെ കുറേ പരിപാടികൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ വളർന്നു വരുമ്പോൾ. അപ്പോൾ ഇക്ക എന്നെ ഈ പടത്തിലോട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എസ്പെഷ്യലി അതിന് വേറെ സന്തോഷം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഒത്തിരി സൗഹൃദങ്ങളുടെ കഥ കേട്ടു. അപ്പോൾ എനിക്ക് ആകാശ് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ജൂനിയറായിട്ട് ഡ്രാമ സ്കൂളിൽ കണ്ട ഒരു കുട്ടിയാണ് ആകാശ്. അപ്പോൾ ആകാശ് സ്കൂൾ കഴിഞ്ഞ് ഉടനാണ് വന്ന അത്രയും ചെറുപ്പം. അപ്പം ഞാൻ MA കഴിഞ്ഞു. അങ്ങനെ കണ്ടൊരു കുട്ടി ഇത്രയും വലിയൊരു ലോഞ്ച് അവന് കിട്ടുന്നു. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷം. അത് നാദൃശക്ക് അവന് എന്താ പറയുക, നാദൃശക്കയുടെ ടീമേ അല്ല വർക്ക് ചെയ്തത്. എല്ലാം ഇവൻ പറഞ്ഞ അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നാദൃശക്ക AD ആയിട്ട് വെച്ചത്. അത് ഇക്ക ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം മൊത്തത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സെറ്റായിരുന്നു. പോകുന്ന സമയത്ത് ഒട്ടും വർക്ക് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം ഇന്നും തുടരുന്നു. അപ്പം എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി പടം കാണാനുണ്ട്. ടിക്കറ്റ് എടുത്ത് കാണാം, ഉറപ്പായിട്ടും കാണണം.